കാസർഗോഡ് ചട്ടച്ചാൽ മഹിഷമർദിനി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന സംഗീത കച്ചേരി. പിലിക്കോട് ഗവൺമെന്റ് യു പി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി അജിൻ അശോകാണ് കച്ചേരി നടത്തിയത്. അജിൻ അശോക് 4ാമത്തെ വയസ്സ് മുതൽ ഗുരു വിപിൻ രാഘവീണയിൽ നിന്ന് സംഗീതം പഠിക്കുന്നു. ഇതിനകം 20ഓളം വേദികളിൽ കച്ചേരികൾ നടത്തിയിട്ടുണ്ട് അജിൻ. നല്ലൊരു ചിത്രകാരൻ കൂടിയാണ് അജിൻ. കാസർഗോഡ് നീലേശ്വരം മഹോത്സവത്തിൽ ചിത്രരചനാ മത്സരത്തിൽ 1ാം സ്ഥാനം അജിനായിരുന്നു. അജിന്റെ ഇരട്ട സഹോദരൻ അശ്വിൻ അശോകിനായിരുന്നു 2ാം സ്ഥാനം. വ്യവസായിയായ അശോകിന്റെയും അധ്യാപികയായ രജനിയുടെയും മകനാണ് അജിൻ അശോക്. ആടുജീവിതം എന്ന ഒറ്റ നോവലിലൂടെ മലയാളികൾ നെഞ്ചേറ്റിയ എഴുത്തുകാരൻ. മഞ്ഞവെയിൽ മരണങ്ങൾ കൂടി വന്നതോടെ അദ്ദേഹത്തിന്റെ കൃതികൾക്കായി ആരാധകർ കാത്തിരിപ്പു തുടങ്ങി. എന്നാൽ ആ സമയം മലയാള സാഹിത്യത്തിൽ നൂതന പരീക്ഷണത്തിനുള്ള ഒരുക്കത്തിലായിരുന്നു ബെന്യാമിൻ എന്ന എഴുത്തുകാരൻ. സിവിയുടെ നോവൽ ത്രയത്തിനും CN ശ്രീകണ്ഠൻ നായരുടെ നാടകദ്വയത്തിനും ശേഷം നോവൽ ദ്വയം എന്ന ഒരു ആശയത്തിനുള്ള മുന്നൊരുക്കമായിരുന്നു അത്. അറബ് ലോകത്തെ തന്നെ ഇളക്കിമറിച്ച മുല്ലപ്പൂ വിപ്ലവത്തെ പശ്ചാത്തലമാക്കിയുള്ള 2 നോവലുകൾ, അൽ അറേബ്യൻ നോവൽ ഫാക്ടറിയും മുല്ലപ്പൂ നിറമുള്ള പകലുകളും. രണ്ട് വ്യത്യസ്ത നോവലുകളല്ല ഇവ, എന്നാൽ അങ്ങനെയാണ് താനും. ഒരേ വിഷയം, ഒരേ കാലം, ഒരേ ഇടം. പക്ഷേ കഥ പറയുന്നത് 2 വ്യത്യസ്ത കഥാപാത്രങ്ങൾ, പറയുന്നതും വ്യത്യസ്ത കഥകൾ. അതാണ് ഈ 2 നോവലുകളുടെയും പ്രത്യേകത. 12 വർഷം മുമ്പ് ഏതോ അജ്ഞാത കാരണത്താൽ തന്നെ വിട്ടുപോയ കാമുകിയെ തേടി ഒരു അറബ് നഗരത്തിലെത്തുന്ന പ്രതാപ് എന്ന ജേർണലിസ്റ്റിന്റെ കഥയാണ് അൽ അറേബ്യൻ നോവൽ ഫാക്ടറിയിലൂടെ വികസിക്കുന്നത്. പൊതുവെ വായിക്കപ്പെട്ട ആടുജീവിതം, മഞ്ഞവെയിൽ മരണങ്ങൾ എന്നീ 2 നോവലുകൾക്ക് ശേഷം ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യത്തിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഈ പുതിയ നോവൽ അൽ അറേബ്യൻ നോവൽ ഫാക്ടറി, മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്നീ 2 നോവലുകളിലേക്ക് എത്തുന്നത്. എൻ്റെ നോവലുകളിൽ പൊതുവെ ജീവിതവും സമൂഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ലോക സമൂഹത്തെ ഇന്ന് ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന മതഭീകരവാദവും ആഭ്യന്തര യുദ്ധങ്ങളും ഒക്കെയാണ് പുതിയ വിഷയമായി ഭവിക്കേണ്ടത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വിഷയത്തിലേക്ക് എത്തുന്നത്. അയാൾക്ക് മറ്റൊരു അസൈൻമെൻറ്റുമുണ്ട്. ഒരു വിദേശ നോവലിസ്റ്റിനായി വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ച് അതത് നാടുകളുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും ജീവിതവും പകർത്തണം. കാനഡയിലുള്ള അയാളുടെ ഓഫീസ് മേധാവിയുടെ നിർദ്ദേശമാണിത്.
അതേ നഗരത്തിൽ റേഡിയോ ജോക്കിയായി ജോലി ചെയ്യുന്ന പാകിസ്ഥാനി പെൺകുട്ടിയായ സമീറ പർവീൻ പറയുന്ന കഥയാണ് മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന രണ്ടാമത്തെ പുസ്തകം. ഒരാൾ ഒറ്റയ്ക്ക് ഒരു നോവൽ എഴുതുക എന്ന ഒരു ആശയത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കൂട്ടം ആൾക്കാർ ചേർന്നിരുന്ന ആശയങ്ങൾ കണ്ടെത്തി, പഠനങ്ങൾ നടത്തി, ഗവേഷണങ്ങൾ നടത്തി നോവൽ എഴുതുക എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ഇന്ന് ലോക സാഹിത്യം മാറിയിട്ടുണ്ട്. ആ ഒരു ആശയം മുന്നിൽ വെച്ചുകൊണ്ടാണ് നോവൽ ഫാക്ടറി എന്നൊരു ഒരു കൺസെപ്റ്റ് കൊടുക്കുകയും നോവലിന് അങ്ങനെ ഒരു പേര് കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എന്തുകൊണ്ട് 2 നോവൽ എന്ന് ചോദിക്കുമ്പോൾ, ഒരു നോവലിനുള്ളിൽ ഒരു കഥാപാത്രം പറയുന്ന വിഷയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഈ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന എല്ലാ വിഷയങ്ങളെക്കുറിച്ചും സമഗ്രമായി പറയുവാനുള്ള ഒരു കുറവ് അനുഭവപ്പെട്ടതിൽ നിന്നാണ് ഇത് 2 നോവലുകളാക്കുകയും 2 വ്യത്യസ്ത കഥാപാത്രങ്ങൾ 2 ഇടത്തിൽ നിന്ന് ഒരേ സമയം കഥ പറയുന്ന തരത്തിലേക്ക് അതിനെ കൊണ്ടുവരികയും ചെയ്തത്. അത് നോവലിൻ്റെ ഒരു സമഗ്രതയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അൽ അറേബ്യൻ നോവൽ ഫാക്ടറിയിൽ പ്രതാപ് കാണുന്ന കഥകളും കഥാപാത്രങ്ങളും രണ്ടാമത്തെ നോവലിലുമുണ്ട്. സമീറ എഴുതിയ സുഗന്ധമില്ലാത്ത വസന്തം എന്ന നിരോധിക്കപ്പെട്ട നോവൽ പ്രതാപിന്റെ കയ്യിലെത്തുന്നതിലൂടെയാണ് നോവലുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത്. ഈ നോവലിന്റെ പകർപ്പവകാശം പ്രതാപ് നോവലിസ്റ്റിന് നൽകിയെന്നും നോവലിസ്റ്റ് അത് മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയെന്നുമുള്ള ഭാവനയും നോവൽ ദ്വയത്തിന്റെ പരീക്ഷണമാണ്. ഒന്ന് മറ്റൊന്നിന്റെ തുടർച്ചയാണ്, അതേസമയം സ്വതന്ത്ര നോവലുകളുമാണ്. ഏത് വേണമെങ്കിലും ആദ്യം വായിച്ചു തുടങ്ങാം. ആർട്ട് ബീറ്റ്സിലൂടെ പരിചയപ്പെടുത്തണമെന്ന് തോന്നുന്ന സൃഷ്ടികൾ നിങ്ങൾക്കുമുണ്ടാകാം. ഞങ്ങളെ അറിയിക്കുക artbeats@media1tv.in. चलते चलते मेरे ये गीत याद रखना, कभी अलविदा ना कहना, कभी अलविदा ना कहना. चलते चलते मेरे ये गीत